സുഹൃത്തുക്കളെ നമസ്കാരം. കഴിഞ്ഞ 20 ദിവസത്തോളമായിട്ട് സാമാന്യ ആപേക്ഷികതയെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അത് എല്ലാ ദിവസവും ഓരോ വീഡിയോ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് 18 വീഡിയോ ഇട്ട് കഴിഞ്ഞു. ഒരു ദിവസം മാത്രമേ ഇടാത്തുള്ളൂ. അപ്പോൾ അതിൽ സാമാന്യ ആപേക്ഷികത എങ്ങനെ സമൂഹതലത്തിൽ മനുഷ്യൻ്റെ വിശ്വാസത്തെയും ചെയ്തികളെയും ഒക്കെ ബാധിക്കുന്നു എന്നും അതിൻ്റെ കാർഷിക സമ്പ്രദായത്തെ അതെങ്ങനെ മാറ്റിമറിച്ചു എന്നും അതേപോലെ ചികിത്സാ സമ്പ്രദായത്തെ അല്ലെങ്കിൽ ആരോഗ്യ പുനഃസ്ഥാപനത്തെ അതെങ്ങനെ മാറ്റി എന്നുള്ളതാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിരുന്നത്. അതിൻ്റെ അവസാനത്തിലാണ് ഇനി വരാൻ പോകുന്ന ഞാൻ വിശ്വാസ ചികിത്സയെക്കുറിച്ചിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് കുറച്ച് സാധാരണ ശാസ്ത്രം പഠിച്ചവരൊന്നും കേവല ശാസ്ത്രത്തെ അന്ധമായി വിശ്വസിച്ച് ഈ ശാസ്ത്രമല്ലാത്തതൊക്കെ ഇന്നത്തെ ശാസ്ത്രമല്ലാത്തതൊക്കെ അബദ്ധമാണെന്നും വങ്കത്വമാണെന്നും വിഡ്ഢിത്തമാണെന്നും വഷളത്വമാണെന്നും വിശ്വസിക്കുന്ന കേവല യുക്തിവാദികൾക്കും മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തോ ഭീകര സംഭവമാണെന്ന നിലക്ക് ഞാൻ പറയുന്നതൊക്കെ തനി അപഹാസ്യമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ബോധം വരുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കുക, നിങ്ങൾ കേവലവാദികളാണ്, കേവല യുക്തിവാദികളാണ്. കേവലയുക്തിവാദികളാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാനുള്ള ഒരു മാർഗം ഈ ഞാൻ പറയാൻ പോകുന്ന ഇതിൽ എത്ര കണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും, എത്ര കണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഏതോ ഒരു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിൻ്റെ അച്ഛൻ്റെ അസുഖം മാറാൻ ഈ പശുമൂത്രം കുടിച്ചു എന്നും ചാണകം കുടിച്ചു, ചാണകം തിന്നു എന്നോ എന്തോ കേട്ടു. അത് എത്ര പരിഹാസ്യമായിട്ടാണ് പറഞ്ഞത്. അതേപോലെ നമ്മുടെ ബഹുമാന്യനായ മോഡി, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി, പ്ലേറ്റ് കൊട്ടി COVID-19 ചെറുക്കാൻ പറഞ്ഞത് എത്ര പരിഹാസത്തോടു കൂടിയാണ് നമ്മളിവിടെ കേട്ടത്. മാത്രമല്ല, നമ്മുടെ ബഹുമാന്യനായ കാന്തപുരം മുസ്ലിയാർ ഈ ഡയാലിസിസ് ചെയ്തിട്ടും നിവൃത്തിയില്ലാതെ 2 പ്രാവശ്യം ചെയ്തിട്ട് 3 പ്രാവശ്യം ദിവസത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ 1 വേണ്ട 2 വേണ്ട 3 വേണ്ട എന്ന് പറഞ്ഞതിന് എത്ര പരിഹാസ്യമാണ് അതിനെ ഭത്സിച്ചത്. അതേപോലെ തന്നെ പോട്ടധ്യാനത്തിൽ അസുഖം മാറുന്നത് എന്തോ വഷളത്തരമാണെന്നും അശാസ്ത്രീയമാണെന്നും എത്ര ആൾക്കാരാണ് പറഞ്ഞത്. അതേപോലെ ഉറുക്ക് കെട്ടിയാൽ അസുഖം മാറും എന്നത് എത്ര പരിഹാസ്യമായിട്ടാണ് പറഞ്ഞത്. അതേപോലെ ഊതിയ വെള്ളം കൊടുത്ത് അല്ലെങ്കിൽ തുപ്പലം കൊണ്ട്
അസുഖം മാറുമോ എന്ന് ചോദിച്ചവർ എത്രയുണ്ട്? അതേപോലെ അമൃതാനന്ദമയുടെ അടുത്ത് പോയപ്പോൾ അസുഖം മാറിയത് കേട്ടവർ എത്ര അപഹസിച്ചിട്ടുണ്ട്. അതേപോലെ തമിഴ്നാട്ടിലൊരു പള്ളി ഉണ്ടല്ലോ, എന്താണ്, ഏർവാടിയിലെ ഭ്രാന്തി ചികിത്സയെ എത്രത്തോളം ഭ്രാന്താണെന്നാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അജ്മീറിലെ ചികിത്സ, അജ്മീർ പോയി അവിടുന്ന് അസുഖം മാറി വന്നാൽ അതൊക്കെ എത്ര കണ്ട് അപഹാസ്യമാണെന്നും അപരിഷ്കൃതമാണെന്നും അന്ധവിശ്വാസമാണെന്നും നമ്മൾക്ക് ഒരു മടിയും കൂടാതെ പറയാൻ കഴിയുന്നുണ്ട്. അതേപോലെ മുടി ചികിത്സ, ഇപ്പോൾ നമ്മുടെ ഈ ആൾക്കുണ്ടല്ലോ, ഈ കാന്തപുരം മുടി കൊണ്ടുവന്നിട്ട് അതിൽ മുക്കിയ വെള്ളം കൊടുത്തിട്ടുള്ള ചികിത്സ. അതേപോലെ ക്യാൻസറിന് പശുമൂത്രം കൊണ്ട് അസുഖം മാറും എന്ന് പറയുന്നതൊക്കെ എത്ര പരിഹാസ്യമായിട്ടാണ് ഈ വരിക്കുന്നത്. അവരോടാണ് എനിക്ക് ഇതിൽ സംസാരിക്കാനുള്ളത്. അതായത് നമ്മളെ അസുഖം മാറുന്നത് വിഷം കഴിച്ചിട്ടാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ ഇത്? 100% വിഷമാണെന്ന് പൂർണ്ണമായും തെളിയിക്കപ്പെട്ട ഒരു വസ്തു, ഒരു പാഷാണം, കൂടുതൽ ഡോസ് കഴിച്ചാൽ ചത്തുപോകും എന്ന് ഉറപ്പുള്ള ഒരു വസ്തു, കുറഞ്ഞ ഡോസിൽ കഴിച്ചാൽ മാറും, അസുഖം മാറും എന്ന് പറയുന്നതിൽ അപാകതയൊന്നും നിങ്ങൾ കാണുന്നില്ല? അത് കുറേ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടാണെന്നാണോ നിങ്ങളടുത്ത്? എന്തായാലും നമുക്ക് ഒന്നുറപ്പാണ്, നമ്മളെ ഈ ശരീരത്തിന്, ആ ശരീരത്തിൻ്റെ ജീവൻ ഒരു ശരീരത്തിന് അതിന് സെൽഫ് റിപ്പയറിങ്, സെൽഫ് ഹീലിംഗ്, സെൽഫ് അഡാപ്റ്റിംഗ് ടു ചേഞ്ചിങ് എൻവയൺമെൻറ്റ്സ് എന്ന ഗുണം, എന്ന സ്വഭാവം അതിനുണ്ട്. ഉള്ള സ്ഥിതിക്ക് അത് സ്വാഭാവികമായും നടക്കുന്ന ഒന്നാണ്. ശരീരം സ്വയം റിപ്പയർ ചെയ്യുക, സ്വയം അസുഖം മാറ്റുക. നമ്മളെ ശരീരത്തിലെ അവസാനത്തെ സെല്ലും ഉണ്ടാക്കാൻ കഴിവുള്ള നമ്മളെ ശരീരം ആ ഉണ്ടാക്കിയ സെല്ലുകളിൽ ചിലത് ചീത്തയായിപ്പോയി, തകരാറായിപ്പോയി. അപ്പോൾ അതിനെ രണ്ടാമത് പിന്നീട് പിന്നെ മൈറ്റോസിസിലൂടെയോ മയോസിസിലൂടെയോ പുനഃസൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ അസുഖം മാറ്റിയിട്ട് അതിനുണ്ടാക്കിക്കൂടെ? അതോ അതിന് യാതൊരു തലയില്ല എന്നുള്ളതാണോ? അതൊന്ന്. പിന്നെ രണ്ടാമത് അതിനെ സഹായിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ഈ മനസ്സ് യഥാർത്ഥത്തിൽ നമുക്ക് എന്തായാലും അസുഖം മാറില്ല എന്ന് തോന്നിയാൽ എന്തായാലും നമ്മളെ ശരീരത്തിന് അത് മാറിയതായി തോന്നുന്ന പ്രശ്നമേ ഇല്ല, മാറില്ല. അങ്ങനെ മാറാത്ത ഒരു മാനസികമായ ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുക, ശക്തമായ ഒരു മാനസിക ഓറിയൻറ്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ പൊട്ടന്മാരെന്നോ നിങ്ങൾ പൊട്ടന്മാരെന്ന് പറയുന്ന ഇവർ പരമ്പരാഗതമായ വിശ്വാസത്തിലൂടെ ചെയ്തു. അതൊരു വിശ്വാസ ചികിത്സയാണ്, സമ്മതിച്ചു. പക്ഷേ ഈ വിശ്വാസമാണ് എല്ലാം. വിശ്വാസം നമ്മളെ തേരിലെ കുതിര പോലെയാണ്. ആ വിശ്വാസം ഇല്ലെങ്കിൽ അതിനൊരിക്കലും നിങ്ങളെ അസുഖം മാറി എന്ന് തോന്നില്ല, മാറ്റാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അലോപ്പതി ചെയ്ത് നമ്മൾ അല്ലെങ്കിൽ ആധുനിക വൈദ്യെന്നോ ഇനിയിപ്പോൾ വേണ്ട, ആയുർവേദമായിക്കോട്ടെ, ഹോമിയോ ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ചികിത്സ ആയിക്കോട്ടെ, നമ്മൾ ഔഷധം എന്ന പേരിൽ കഴിക്കുന്ന വസ്തുക്കൾ നമ്മളെ ശരീരം നിർമ്മിക്കാൻ ആവശ്യമില്ല എന്നിരിക്കെ, അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിനെ ഉണ്ടാക്കാനായിട്ടുള്ള
മൂലകങ്ങളോ എലമെൻസോ അല്ലാത്ത ഒരു വസ്തു പലതരത്തിൽ പരിശോധന നടത്തി ഇന്ന രീതിയിൽ പരിശോധിച്ചാൽ ആ രോഗത്തിൻ്റെ ലക്ഷണം കാണാതാവുന്നു എന്നുള്ള വിജ്ഞാനത്തിൽ എന്തെങ്കിലും അപാകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും ഒന്നുറപ്പാണ്, അത് ശരീരത്തിന് പോഷക വസ്തുവല്ല. 2, അത് പാഷാണ വസ്തുവാണ്. പാഷാണം എന്നത് ആരോഗ്യം ഉണ്ടാക്കാൻ കഴിയോ, രോഗം ഇല്ലാതാക്കാൻ കഴിയോ എന്നുള്ള ചോദ്യത്തിന് ഈ എല്ലാ മോഡേൺ മെഡിസിൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അലോപ്പതി മാത്രമല്ല, ആയുർവേദവും ഹോമിയോപ്പതിയും മറ്റെല്ലാ പതികളുമാണ് എന്നർത്ഥം, ഈവൻ നാച്ചുറോപ്പതി അടക്കം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഔഷധങ്ങൾ കൊണ്ട് രോഗം മാറും എന്നത് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണം കൊണ്ട് തെളിയിക്കാൻ കഴിയുന്നതല്ല. ആ പരീക്ഷണം യഥാർത്ഥത്തിൽ കൊടുത്തു നോക്കുക, എന്നിട്ട് രോഗം മാറിയാൽ അത് ഇതുകൊണ്ടാണെന്ന് ആരോപിക്കാം. അതിന് യഥാർത്ഥത്തിൽ നമ്മൾ എക്സ്പൊണൻഷ്യൽ റിസർച്ച് എന്നാണ് പറയുക. അതായത് സമയപരിശോധന നടക്കുന്നുള്ളൂ. ഈ സമയത്തിനുള്ളിൽ ഈ അസുഖം മാറാൻ വേറെ പല ഘടകങ്ങളുണ്ടാവാം. ആ ഘടകങ്ങളല്ല എന്ന് നമ്മൾ എങ്ങനെയാണ് ഉറപ്പിക്കാം? ആ ഘടകങ്ങൾ, അതായത് വേരിയബിൾസൊക്കെ നമുക്ക് തടയാൻ കഴിയോ? അങ്ങനെയാണെങ്കിൽ ആദ്യം നിർത്തേണ്ട വേരിയബിൾ നമ്മളുടെ ജീവനല്ലേ? കാരണം ജീവനുള്ളപ്പോൾ അസുഖം മാറ്റുക എന്നുള്ളത് ജീവൻ്റെ ഒരു സ്വഭാവമാണ്. ഈ ജീവനില്ലാത്ത അവസ്ഥയിൽ നമുക്കിതിന് കൊടുത്തിട്ട് അസുഖം മാറുമോ? അതില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവനുള്ള ഒരു വസ്തുവിൽ നമുക്കൊരു പരിമിതി ഉണ്ട്. ഈ ജീവൻ ഇല്ലാത്ത അവസ്ഥയിൽ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ജീവൻ ഈ മരുന്ന് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ പരിശോധിക്കപ്പെടുന്ന, ഗവേഷണം ചെയ്യുന്ന ആ ഔഷധമെന്ന് ആരോപിക്കുന്ന ഈ വസ്തുവിൻ്റെ ഡോസിനോട് അങ്ങോട്ട് പ്രതികരിക്കുകയാണ്. അതല്ലാതെ ജീവനെ ഇങ്ങോട്ട് പ്രതികരിക്കല്ല. ഈ മരുന്നിന് ജീവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ജീവനില്ലാത്ത ഒരു ശരീരത്തെ, ജീവൻ നഷ്ടപ്പെട്ട ഒരു ശരീരത്തിന് എന്തെങ്കിലും ഒരു മരുന്നിന് അതിൻ്റെ ഒരു വിരലനക്കാനെങ്കിലും കഴിയുമോ? ഇല്ലല്ലോ. നേരെ മറിച്ച് ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ മറികടക്കാനും ഇല്ലാതാക്കാനും ശരീരത്തിന് കഴിയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ജീവൻ എന്ന പ്രതിഭാസം ഉള്ള ഒരു ശരീരത്തിൽ, അല്ലെങ്കിൽ മെഡിസിൻ്റെ, നമ്മളെ ആരോഗ്യ പരിപാലനത്തിൻ്റെ, ആരോഗ്യ പുനഃസ്ഥാപനത്തിൻ്റെ, ചികിത്സയുടെ മേഖലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുക കാലപരിശോധന മാത്രമാണ്. ടൈം ടെസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ സാധാരണ ഫിസിക്സിലും കെമിസ്ട്രിയിലും നടത്തുന്ന പോലുള്ള ഒരു പരീക്ഷണം ഇതിൽ നടക്കും എന്ന നിലക്കാണ് പല പൊട്ടന്മാരും, പല വലിയ വിദ്യാഭ്യാസമുണ്ട്, ശാസ്ത്രബോധമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയാൻ മടിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ നമ്മളെ ജീവൻ എന്ന വസ്തുവിനെ
ആ വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിപ്പയർ വർക്ക് നടക്കുള്ളൂ, അല്ലെങ്കിൽ പുതിയ സെല്ലുകൾ ഉണ്ടാക്കുള്ളൂ. അത് ഉണ്ടാക്കുക, നേരെ മറിച്ച് അതില്ലാതായി വിചാരിച്ചോളൂ, പിന്നെ ഒന്നും നടക്കില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജീവൻ രക്ഷാ മരുന്ന് ഇപ്പോൾ എന്താ 40 ലക്ഷത്തിൻ്റെയും 1 കോടിയുടെയൊക്കെ മരുന്നുകളുണ്ടെന്ന് പറയുന്നത്. ആ മരുന്ന് കൊടുത്താലും അത് അനങ്ങില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഈ വിശ്വാസ ചികിത്സകളുണ്ടല്ലോ, അത് നമ്മളെ പാവം മോഡിയുടെ ഇതായിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിൻ്റെ അച്ഛൻ്റെ അസുഖം മാറിയതായിക്കോട്ടെ, ഇനി അതല്ല നമ്മുടെ കാന്തപുരം ഉസ്താദിൻ്റേതായിക്കോട്ടെ, ധ്യാനമായിക്കോട്ടെ, അതേപോലെ പിന്നെ എത്രയോ തങ്ങന്മാർ ഉറുക്കും ഊതിയ വെള്ളവും കൊടുത്തിട്ടുള്ളതായിക്കോട്ടെ, അതേപോലെ നമ്മുടെ ഏർവാടിയിലെ ചികിത്സ ആയിക്കോട്ടെ, അജ്മീറിലെ ചികിത്സ ആയിക്കോട്ടെ, മുടി ചികിത്സ ആയിക്കോട്ടെ, ക്യാൻസർ, പശുവിൻ്റെ മൂത്രം ചാണകമോ കഴിച്ചിട്ടുള്ളതായിക്കോട്ടെ, എല്ലാ ചികിത്സകൾക്കും അതിൻ്റേതായ ഗുണമുണ്ട്. എന്താണ്? അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം അയാളുടെ ആത്മവിശ്വാസം ഉണ്ടാക്കും, അയാളുടെ അസുഖം മാറ്റാൻ അയാൾക്ക് കഴിയും. അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അതുണ്ടെങ്കിൽ ബാക്കി 50% ശരീരം ചെയ്യണതാണ്. ആ ശരീരം ചെയ്യുന്നതിൽ നമ്മൾ ഇൻപുട്ട് ഒന്ന് വൃത്തിയാക്കിയാൽ മതി. ആ വൃത്തിയാക്കാൻ ഒന്നും കഴിക്കാതിരിക്കില്ല എന്നാണ്. ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ശരിക്കും ഒരാഴ്ച അയാൾക്കൊന്നും തിന്നാൻ കഴിയില്ല. അപ്പോൾ ബൈപ്പാസ് സർജറി 4 ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരാഴ്ച ഒന്നും കഴിക്കാതിരിക്കുകയാണെങ്കിൽ തന്നെ അയാളുടെ കുറേ അസുഖം മാറും. അതിനുശേഷം നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല, നോക്കിയാൽ തന്നെ പലപ്പോഴും ഇല്ലാതാവാം. നിങ്ങൾ ഈ ഒരാഴ്ച ഈ അസുഖം, ഈ ഓപ്പറേഷൻ നടത്തിയാൽ നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ എത്ര ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഇരിക്കുമോ അതേപോലെ നിങ്ങളൊന്ന് ഇരുന്നാൽ മതി. ആ സമയത്ത് ആവശ്യമാണെങ്കിൽ മാത്രം ഇളനീര് വെള്ളമോ അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളോ കൊടുത്താൽ നിങ്ങളെ ഈ ബ്ലോക്കൊക്കെ ഇല്ലാതാവും. അത്രയും നിസ്സാരമായൊരു കാര്യത്തിന് വലിയ കാര്യം, വലിയ എന്തോ ഭീകര വലിയ ആശുപത്രികൾ കെട്ടി അതിൻ്റെ അപ്പോസ്റ്റൽ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ താലൂക്ക് ആശുപത്രികളിൽ പോലും ഡയാലിസിസ് മെഷീൻ വന്നിരിക്കുന്നു. ഇതൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ, എന്താ ഈ ഡയാലിസിസ്? അവസാനം നിങ്ങൾ ഈ പറഞ്ഞ ഈ 1 വേണ്ട 2 വേണ്ട 3 വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തില്ലേ? നേരെ മറിച്ച് നമ്മളെ ശരീരത്തിന് സ്വയം ചെയ്യാവുന്ന കാര്യമല്ലേ അത്. അതിനൊന്ന് വെറുതെ വിട്ടൂടെ? അതിനൊന്ന് വെറുതെ വിട്ടു വെക്കൂ നിങ്ങൾ. അപ്പോൾ സ്വയം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഡയാലിസിസ് എന്ന സാധനം പൂർണ്ണമായിട്ടും നിരോധിച്ച് അതിന് പകരം അയാളെ ആ സമയത്ത് അയാൾക്ക് ഒരു രാസവസ്തുവും അകത്തേക്ക് കൊടുക്കില്ല എന്നും. കാരണം ഈ രാസവസ്തുക്കളെ പുറന്തള്ളുക എന്നുള്ളതാണ് കിഡ്നിയുടെ ഏറ്റവും വലിയ ഫങ്ഷൻ. ഒരു സാധനവും നമ്മൾ അകത്തേക്ക് കൊടുക്കാതിരിക്കുക. അപ്പോൾ ശരീരത്തിന് അകത്തുണ്ടാവുന്ന ആ മെറ്റബോളിക് ആക്ഷൻ കൊണ്ടുണ്ടാവുന്ന രാസവസ്തുക്കളെ അത് സ്വയം ഇല്ലാതാക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വയം തന്നെ ശരീരം സ്വയം ഏറ്റെടുത്തോളും, അതിന് സ്വന്തം തന്നെ കാര്യങ്ങൾ ചെയ്തോളും. അത്ര എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എത്ര കോടികളാണ് അതിൻ്റെ പേരിൽ നമ്മളിവിടെ ചിലവാക്കുന്നത്. എത്ര എല്ലാ താലൂക്ക് ആസ്പത്രികളിലും ഇപ്പോൾ ഡയാലിസിസ് മെഷീൻ ആയില്ലേ? എങ്ങനെയുണ്ട്? നമ്മളെ കുപ്പിയിലിറക്കണ എത്ര നന്നായിട്ടാണ് നോക്കുക നിങ്ങൾ. മറ്റേതൊരു ജീവിക്കുണ്ട് അങ്ങനെ. അതിനെന്താ കാരണം? നമ്മളെ ഇൻപുട്ട് അത്രത്തോളം വിഷലിപ്തമായി, അത്രത്തോളം രാസവസ്തുക്കളും കെമിക്കൽ വസ്തുക്കളും വിഷവസ്തുക്കളും നമ്മളെ ശരീരത്തിനകത്താക്കിയപ്പോൾ
നമ്മളെ കിഡ്നിക്ക് സ്വയം വർക്ക് ചെയ്യാൻ പറ്റാതെയായി. അത് ചെയ്യാൻ നിങ്ങൾക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ 100% നമ്മുടെ ഉസ്താദിൻ്റെ ഭാഗത്താണ്. കാരണം ഈ അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് എന്തായാലും 10 പൈസ കൊടുക്കണ്ടല്ലോ, പുറത്തേക്ക് കൊടുക്കണ്ടല്ലോ. അസുഖം എന്തായാലും ഇങ്ങനത്തെ ഒരാൾക്ക് അസുഖം എന്തായാലും മാറില്ല. കാരണം ഇത്രത്തോളം ഡയാലിസിസിന് അടിമയായ ഒരു മനുഷ്യൻ ഇനി റീകവർ ചെയ്യാൻ പറ്റില്ല എന്നെങ്കിലും ആ മനുഷ്യനറിയാലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഉസ്താദ് ആണ് കൂടുതൽ ശാസ്ത്രീയമായത്. ഈ ഇന്ന് നിലവിലുള്ള നമ്മളൊക്കെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട് നമ്മളൊക്കെ അടിമകളാക്കിയ ഈ അലോപ്പതി ചികിത്സയാണ്, അല്ലെങ്കിൽ രാസവസ്തുക്കൾ കൊണ്ടുള്ള ചികിത്സയും കീറിമുറിക്കലും മറ്റുമൊക്കെയാണ് അശാസ്ത്രീയമായത് എന്ന് ഇന്നല്ലെങ്കിൽ നാളെ തെളിയാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, യഥാർത്ഥത്തിൽ 22-ാം നൂറ്റാണ്ടോടുകൂടി വരുന്ന സാമാന്യ ആപേക്ഷികതയ്ക്ക് കൂടുതൽ പ്രാമുഖ്യവും കൂടുതൽ പരിഗണനയും കിട്ടുമ്പോൾ എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ ആരോഗ്യം ഉണ്ടാവുക, എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് ഈ രോഗം എന്നിൽ നിന്നും ഇല്ലാതാവുക എന്ന പുതിയ ആശയത്തിലേക്ക് ജനങ്ങൾ മെല്ലെ മെല്ലെ അടുക്കും. അന്ന് അവർ ഇന്നത്തേക്കാളും കൂടുതൽ ശാസ്ത്രബോധം ഉള്ളവരായിരിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് വേണ്ടത് ഈ ചൂഷണപൂർവം ഒരു മനുഷ്യൻ മറ്റ് മനുഷ്യരെ ചൂഷണം ചെയ്യുക എന്ന ഈ വ്യവസ്ഥ, മുതലാളിത്ത വ്യവസ്ഥ എന്നോ അതിൻ്റെ മുമ്പത്തെ ഫ്യൂഡൽ വ്യവസ്ഥ എന്നോ അതിൻ്റെ മുമ്പത്തെ അടിമ വ്യവസ്ഥ എന്നോ ഇങ്ങനെയുള്ള അതേപോലെ തന്നെ മതപരമായിട്ടുള്ള മതപുരോഹിതന്മാർ വഴി മറ്റുള്ളവരെ ചൂഷണം, ഈ അവസ്ഥയൊക്കെ ഒന്ന് മാറണം. അത് മാറുമ്പോഴേ യഥാർത്ഥത്തിൽ മനുഷ്യൻ കൃത്യമായിട്ട് ചിന്തിക്കാൻ, അതുവരെ അവൻ്റെ മസ്തിഷ്കത്തെ ഇവന്മാരൊന്നായിട്ട് കടമെടുക്കും. അവർ ഈ അടിമബോധം നമ്മൾ എല്ലാ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാധ്യമങ്ങൾ തിന്ന് നമുക്ക് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ജീവൻ്റെ നിയമങ്ങൾ, പ്രകൃതിയുടെ നിയമങ്ങൾ കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ, അതൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ മാറ്റിയിരിക്കുന്നു. എന്തായാലും ഇത്രേ എനിക്ക് പറയാനുള്ളൂ ആരോഗ്യത്തെക്കുറിച്ചിട്ട്. എന്നാലും ഇപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ ശാസ്ത്രത്തിൻ്റെ വലിയ ആൾക്കാരാണ് എന്ന് ഹുങ്ക് നടിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് വിഷമമുണ്ടായിരിക്കുമെന്നറിയാം. പക്ഷേ ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. അവരുടെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളോട് അതിൻ്റെ ഓരോ വാദമുഖങ്ങളെയും ഗണ്ണിക്കണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വാദഗതികൾ, നിങ്ങളുടെ അതിൻ്റെ ക്രിറ്റിസിസം കേട്ടാലേ ഇത് കൂടുതൽ വ്യക്തമാവുള്ളൂ. കാരണം ഇതൊരു പുതിയ ആശയമാണ്, ഇത് പഴയ ആശയമല്ല. പക്ഷേ ഈ വിശ്വാസ ചികിത്സ എന്നത് ഇന്നത്തെ വിഷചികിത്സയെക്കാളും നല്ലതാണ് എന്ന അഭിപ്രായം വിദൂരമായ ഒരു മനസ്സിലെങ്കിലും എനിക്കുണ്ട്. വിദൂരമായ ഒരു മനസ്സിലെങ്കിലും വിശ്വാസ ചികിത്സ വിഷചികിത്സയുടെ അത്ര ഭൗതികമായിട്ട് കായികമായിട്ട് അപകടമുള്ളതല്ല. മാത്രമല്ല, വിശ്വാസ ചികിത്സ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. വിശ്വസിക്കാത്ത ആൾക്കാർക്ക് ആ വിശ്വാസ ചികിത്സ കൊണ്ട് ഒരു കാര്യമല്ലല്ലോ.
അവരെ അതിന് പോവുള്ളൂ. നേരെ മറിച്ച് മറ്റേ ചികിത്സ അതല്ല. നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന ഓരോ ഔഷധം എന്ന പേരുള്ള പാഷാണവും നമ്മളെ ശരീരത്തിനെ ആകെ പൊള്ളൂട്ട് ചെയ്യും, ആകെ വിഷലിപ്തമാക്കും, കൂടുതൽ അപകടകരമാക്കും. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്തായാലും ആരോഗ്യ പുനഃസ്ഥാപനത്തെക്കുറിച്ചിട്ട് ഉള്ള സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിന് അനുസൃതമായ എൻ്റെ വാദമുഖം മാത്രമാണ് ഇതിവിടെ തീരുന്നു. അടുത്തതായിട്ട് നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടും അതേപോലെ തന്നെ മതത്തെക്കുറിച്ചിട്ടും പറയാമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ തന്നെ ഒരു പുതിയ ആശയമാണെന്നും അത് ഇത്ര തന്നെ ഒരു മാനസിക ബോംബ് ഉണ്ടാക്കുന്ന മാനസികമായ ഒരു ബോംബാണ് ഞാൻ പെട്ടതെന്ന് എനിക്കറിയാം. അങ്ങനെയല്ല എന്നും അത് കൂടുതൽ ഒരു പ്രാക്ടിക്കലായ കൂടുതൽ അന്യോന്യം ഈ സമൂഹത്തിന് വ്യത്യസ്ത ചിന്താഗതികളും വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്നവരും അന്യോന്യം ശത്രുക്കളായിരിക്കുന്നവർക്ക് പോലും യോജിക്കാൻ പറ്റുന്ന മേഖലകൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അടുത്ത ദിവസങ്ങളിൽ രാവിലെ 6 മണിക്ക് തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ഞാൻ ഇപ്പോൾ തയ്യാറാക്കിയിട്ട് നാളെ രാവിലെ 6 മണിക്ക് വിട്ടോളാം. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇത് വളരെ സജീവമായിട്ട്, ഇതിപ്പോൾ 18ാമത്തെയാണ്. അത് കഴിഞ്ഞ് ഒരു 20, 22, 23 ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അതോടുകൂടി ഇത് അവസാനിക്കുന്നതെന്ന് വിചാരിക്കണേ. പക്ഷേ ഇത് ഓരോ കാര്യങ്ങളും ഓരോ വിഷയത്തെക്കുറിച്ചിട്ടാണ്. ഈ വിഷയം നമ്മുടെ ആകെയുള്ള ചിന്താഗതിയെ 22ാം നൂറ്റാണ്ടിലേക്ക് മെല്ലെ മെല്ലെ അടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ സമൂഹത്തെ ഒന്നായിട്ട് നയിക്കാൻ ഉപകാരപ്രദമായ പല കാര്യങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഗൗരവമായിട്ട് ഇതിനെ കാണുന്നവർ ദയവിചാരിച്ചിട്ട് ഒരു മഹത്തായ സംവാദത്തിൽ നിങ്ങൾ ഏർപ്പെടണം. ഒരു ഗ്രേറ്റ് ഡിബേറ്റ് ഈ വിഷയത്തിൽ ഉണ്ടാവട്ടെ. അതുവഴി ലോകത്തിനൊന്നായിട്ട് ഒരു ഉപകാരപ്രദമായ ഒരു പുതിയ തത്വചിന്ത, പുതിയ ദർശനം, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദർശനങ്ങളും അടങ്ങിയ എല്ലാ ദർശനങ്ങളുടെയും ഒരു വികസിത രൂപം, ഒരു ദർശനത്തിനെയും തള്ളിക്കളയുന്നതല്ല, എല്ലാ ദർശനങ്ങളെയും അടങ്ങിയ ഒരു രൂപമായിട്ട് നമുക്ക് ഇതിനെ നീക്കാൻ കഴിയും. അത് ഈ ചൂഷണരഹിതമായ ഒരു സമൂഹത്തിൽ വളരെ എളുപ്പമാണ്. ഇപ്പോൾ അത് നടക്കാതിരിക്കാനുള്ള കാരണം ഈ യൂറോപ്യൻ ഹെഗമണി അല്ലെങ്കിൽ യൂറോപ്യൻ കൊളോണിസം ഇപ്പോഴും വളരെ റാമ്പൻ്റായിട്ട് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ അലയൊലികളാണ് ഇന്നും നമ്മളിപ്പോൾ ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും അതേപോലെ തായ്വാനിലും പിന്നെ യുക്രൈനിലും മറ്റും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ശക്തികൾ ഇല്ലാതാവുന്നതോടുകൂടി ഈ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ആരോഗ്യകരമായ ഒരു മനുഷ്യകുലത്തിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള സാധ്യതകൾ ഇതിൽ തെളിഞ്ഞു കാണുന്നുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി എല്ലാ വീഡിയോകളും കാണുക. അതിൽ വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.